ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് സ്റ്റാർട്ട് ചെയ്യാണ്. 2024 നടന്ന എക്സാമാണ്. സോ എക്സാം എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, അതേപോലെ ഡ്രൈവർ ഗ്രേഡ് 2. ഒത്തിരി കോമൺ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടോ, ഒത്തിരി കാറ്റഗറികൾക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നടന്ന ഒരു എക്സാമാണ്. സോ എക്സാമിന്റെ കേസ് പറയുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 1 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്യുവർലി GK, അതായത് നോർമൽ PSC എക്സാമിന് വരുന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 51 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡ്രൈവർ ആ തസ്തികയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം വന്ന ആദ്യത്തെ 50 GK ക്വസ്റ്റ്യൻസ് ആണ്. നോർമലായിട്ട് PSCക്ക് ചോദിക്കുന്ന, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതേപോലെ ഡ്രൈവർ തസ്തികകൾക്കാണെങ്കിൽ അതിൽ നോക്കുന്നവർക്കും എന്ത് ചെയ്യും ഉപകാരമാകുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്നതും അതേപോലെ കണക്റ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. 2024 നടന്ന പേപ്പറാണ്. 2023 വിളിച്ച കാറ്റഗറിയിലാണ്, മെയിൻ കാറ്റഗറികളാണ് അതിൽ വരുന്നത്. ഇനി ഇതില് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 1 ആണ്. സോ പാർട്ട് 1 നോർമൽ നിങ്ങൾക്കറിയാം 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 10 ക്വസ്റ്റ്യനും റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ ആ 10 എണ്ണാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിന്റെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാം ഞാനൊന്ന് പറയാം. പ്രീവിയസ് ആയിട്ട് എത്ര വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു കോട്ട നിന്നായിരിക്കണം. ഇത് റിപ്പീറ്റഡ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ് ഇത്. രണ്ടാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ, മൂന്നാമത്തത് വൈകുണ്ഠ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതിൽ തന്നിരിക്കുന്നതിലൊക്കെ ഉള്ളതൊക്കെ ചോദിച്ചതാണ്. നാലാമത്തത് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തത് പൊയ്കിൽ ശ്രീകുമാര ഗുരുദേവനായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതില് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം, പക്ഷെ അദ്ദേഹമായിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. ഇനി 6 ഒന്നും നോക്കാനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7 ഒക്കെ ഇതിലുള്ള 1, 2, 3, 4 എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ 8 ഇത് കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആട്ടോ. പക്ഷെ എങ്കിൽ ഇതാണ് ശരിക്കും ഇതിലെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എലിമിനേറ്റ് ചെയ്യുന്ന അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഞാനത് പറയാം എങ്ങനെയാ ചെയ്യുന്നതല്ല. 9 ഒരു കൺഫ്യൂസിംഗ് ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പ്രീവിയസ് ഇതേപോലുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ശരിക്കും. സോ അതുമായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെങ്കിൽ ഇതിൽ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഇതേ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചിട്ടുണ്ട്, ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതില് മുമ്പ് ചോദിച്ചത് ദാരിദ്ര്യമാണോ ദാരിദ്ര്യ രേഖയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തോ ആട്ടെ. അപ്പൊ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോ ഇല്ല മനസ്സിലാവേണ്ട കാര്യം എന്താ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള തസ്തികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാമൊക്കെ ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരാറുള്ളത്. പ്രീവിയസ് ചോദിച്ച അത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കാം. സോ ഇതിൽ ഏകദേശം ഒരു 8ന്റെ മോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ 10 എണ്ണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ ഫാക്ട്സ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 1 മുതലിട്ട് പറയണേ, ഫസ്റ്റ് മുതൽ ഓരോന്നായിട്ട് പറയണം. ഓക്കെ, ഒന്നാമത്തത്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാണ്. ആരുടെ വാക്കുകളാണ് ഇതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഇതിന്റെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് മാറ്റട്ടെ. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ എങ്ങനെ കിട്ടും എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് പ്രീവിയസ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതാ ആൻസർ വരുന്നത് എന്താ, നമുക്ക് എല്ലാവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാണ്. മഹാത്മാഗാന്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. മഹാത്മാഗാന്ധി ചോദിച്ചിട്ടുണ്ട്, മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മഹാത്മാഗാന്ധി. അതായത് ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. പ്രത്യേകിച്ച് കർഷകർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്രാമങ്ങള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ പറ്റി ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇത് ആരാണെന്നാണ് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആരെ പറ്റി പറഞ്ഞതാണ്, ഇത് പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞിരിക്കുന്നത്. ആരെ പറ്റിയാ പറഞ്ഞത്, ഗാന്ധിജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. ഗാന്ധിജി കൊല്ലപ്പെട്ട അന്ന്
നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്, ഇത് ചോദിക്കാറുണ്ട്. ഇതാര് പറഞ്ഞ കോട്ടാണ്? ഗാന്ധിജി പറഞ്ഞ കോട്ടാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഇനി ഗാന്ധിജി പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട്, ആധുനിക കാലത്തെ മഹാത്ഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ? ക്ഷേത്രപ്രവേശന വിളംബരത്തല്ല, ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് എന്ത് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഒന്നുമില്ല, ഇത് SCERT ഉണ്ട്. ഈ കോട്ടുകൾ കുറെ ഒത്തിരി SCERT വരുന്നുണ്ട്. നിങ്ങൾ SCERT പാഠപുസ്തകങ്ങളിൽ 7 സോഷ്യൽ സയൻസിലാണോ വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. സോ ഇത് പറഞ്ഞിരിക്കുന്ന ആരാ? രാജാറാം മോഹൻ റോയാണ്. അത് എങ്ങനെ വേണേൽ കിട്ടും? എല്ലാ ജനങ്ങളും ആദരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? രാജാവായിരിക്കും. അത് രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. എല്ലാ ജനങ്ങളും ആദരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കും എന്നുള്ള രീതി ഒന്ന് ഒരു കണക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സാം എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. ഇനി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ്. അംഗീകാരം നൽകിയപ്പോ നവംബർ 26. ഏത് വർഷം? 1949. 1949 നവംബർ 26 എന്ത് ചെയ്യുന്നത്? അംഗീകാരം നൽകുന്നത്. പിന്നീട് അത് എന്ത് ചെയ്യുന്നത്? പ്രാബല്യത്തിൽ വരുന്നത് 1950 എന്താണ്? ജനുവരി 26 അന്നാണ് റിപ്പബ്ലിക് ഡേ. ഓക്കെ, മറന്നു പോയത്. നോർമലി ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അംഗീകാരം കിട്ടുക 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നവംബർ അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും 2 മാസം മുമ്പ് എന്നുള്ള പോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പാണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി. റിപ്പബ്ലിക് ദിനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മുമ്പാണ് കിട്ടിയെന്നുള്ള ഓർത്ത് വെച്ചാൽ നവംബർ 26 ഏകദേശം കിട്ടും. ഓക്കെ, അപ്പൊ അത് ആ ഇയർ ഓർത്ത് നോക്കണം. ഇനി നിയമനിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ചില ഡേറ്റുകൾ നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. ഒന്ന് 1946 ഡിസംബർ 9. അന്നാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഓൾറെഡി 1950 ജനുവരി 24 കേട്ടോ. അംഗീകരിക്കുന്ന ജനുവരി 24. 24 കേട്ടോ. 24 അംഗീകരിക്കുന്നത്. അന്നാണ് എല്ലാവരും ഒപ്പുവെക്കുന്നത്. അന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? ഒപ്പുവെക്കുന്നത്. അന്നാണ് 1950 ജനുവരി 24. ഇനി ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ തൊട്ട് മുമ്പ് പറഞ്ഞ നവംബർ 26. കാരണം നവംബർ 26 അംഗീകരിക്കുന്നത് പറഞ്ഞല്ലോ. സോ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് നവംബർ 26. ഇതുപോലുള്ള കുറച്ച് ഡേറ്റുകൾ ഉണ്ടാവും. നിങ്ങളൊരു റാങ്ക് ഫയൽ എടുത്തിട്ട് നോക്കിയാൽ മതി, അതിലുണ്ടാവും ഇതുപോലുള്ള കുറച്ച് ഡേറ്റുകളുണ്ട്. ഈ പ്രത്യേകിച്ചും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡേറ്റുകൾ, ഇയർ വിത്ത് ഡേറ്റ്, ഒരു 4-5 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. 46 ഡിസംബർ 9 മുതലുള്ള ഒരു 5-6 എണ്ണം ഉണ്ടാവും. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വൈകുണ്ഠ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് മാത്രം കണ്ടെത്തിയാൽ മതി. ഏതുമായിട്ട് ബന്ധപ്പെട്ട? വൈകുണ്ഠ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന മാത്രം കണ്ടെത്തിയാൽ മതി. എന്താ? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു വൈകുണ്ഠ സ്വാമി. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. തെറ്റാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. തെറ്റാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ശരിയാണ് കേട്ടോ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. തെറ്റാണ്. സോ ഇതിൽ ഏതൊക്കെ വരിക? 1, 3. ഓപ്ഷൻ എ ആണ് കേട്ടോ. സോ വൈകുണ്ഠ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പ്രസ്താവനയാണ്? ഇതിൽ ശരിയായിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളതും വൈകുണ്ഠ സ്വാമിയാണ് കേട്ടോ. ഈ 1, 3 ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇനി പ്രാചീന മലയാളം എന്നുള്ള കൃതി രചിച്ചതാരാ? പ്രാചീന മലയാളം ഇമ്പോർട്ടന്റ് ആണ്. ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ വേറെ കൃതികൾ ഞാൻ അടിയിലായിട്ട് കൊടുക്കാം. ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. അതേപോലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചാരാ? വിവേകാനന്ദനാണ് എന്ത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോ ചട്ടമ്പി സ്വാമികളുടെ ഈ കൃതികളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഏതൊക്കെ? പ്രാചീന മലയാളം ഇപ്പൊ ചോദിച്ചു. അദ്വൈത ചിന്താ പദ്ധതി, അതേപോലെ മോക്ഷപ്രദീപ നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, അതേപോലെ വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം. ഇത് മാത്രം പഠിച്ചു. ഇത് തന്നെയാണ് ചോദിക്കാറുള്ളത്. വെറുതെ റാങ്ക് ഫയൽ നോക്കിയിട്ട് 10-15 ബുക്കുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ചു വെക്കണ്ട. അതൊന്നും ഫസ്റ്റ് ടൈമിലെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇതാണ് ചട്ടമ്പി സ്വാമികളുടെ ചോദിക്കുന്ന ബുക്കുകൾ കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ വൃത്തിക്ക് പഠിച്ചു വെക്കാം. ഇനി ഇത് പറഞ്ഞിരിക്കുന്ന ആരാ? സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ്. ഓക്കെ, അത് പറഞ്ഞ ആള് തന്നെയാണ് ഏത് പറഞ്ഞത്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ പ്രതീക്ഷ. രണ്ടും SCERT-യിലുണ്ട്, റാങ്ക് ഫയലുകളുണ്ട്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. രണ്ടും പറഞ്ഞിരിക്കുന്ന ആര് തന്നെയാണ്? വിവേകാനന്ദൻ കേട്ടോ. വിവേകാനന്ദന്റെ കോഴ്സാണ് ഇത് രണ്ടും.
ഓക്കെ. അപ്പൊ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? വിവേകാനന്ദ തന്നെയാണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ, ലാസ്റ്റ് പ്രതിഷ്ഠ ഏതാ? ഓപ്ഷൻ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്ക്. കല്ലവൻകോട് കേട്ടോ. അവസാനം നടത്തിയ പ്രതിഷ്ഠ കല്ലവൻകോടാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം നടത്തിയ പ്രതിഷ്ഠ ഇതൊരു കണ്ണാടി പ്രതിഷ്ഠയാണ്. കല്ലവൻകോട് പ്രതിഷ്ഠ എന്നുള്ള കണ്ണാടി പ്രതിഷ്ഠയാണ്. അത് 3 കൂടി കൂട്ടി എങ്ങനെ വായിക്കുന്ന അറിയാം? ഈ കുറേ കാലം കഴിയുമ്പോൾ അവസാനം ആകുമ്പോൾ കണ്ണാടിയിലെ ഒത്തിരി കലകൾ വന്നു പോകും. ഓക്കെ, കല, ആ കലയാണ് ഇത് നോർത്ത് വെച്ചാൽ മതി, കലവൻകോട്. എന്നാൽ എന്ത് ചെയ്യും? അത് സിമ്പിൾ ആയിരിക്കും. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ഒത്തിരി പഠിക്കാം. ശ്രീനാരായണ ഗുരു ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് നവോത്ഥാനത്തിൽ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ശ്രീനാരായണ ഗുരു എവിടെയാണ് നടത്തിയത്? ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ഇനി ആ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം എന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും. ഓർമ്മിക്കണേ, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും. ഇനി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രമാണ് ഇത്, അരുവിപ്പുറം. ഏകദേശം ആ ഓപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾ ഓപ്ഷൻ ബി അതല്ല, അരുവിപ്പുറം. ഒത്തിരി പേര് ഇതിലേക്ക് കാര്യം കൂട്ടും. അപ്പൊ എന്ത് ചെയ്യും? നെഗറ്റീവ് അടിക്കും. അപ്പൊ അതിലൊരു നെഗറ്റീവാണ്. അപ്പൊ ഇത് അവസാനം നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇത് ആദ്യം നടത്തിയ പ്രതിഷ്ഠ ആദ്യം നോക്കിയാൽ മതി, അരുവി ഓക്കെ, ആദ്യം അരുവിപ്പുറം. ഇനി ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. കണ്ണാടി പ്രതിഷ്ഠയുടെ കാര്യം ഞാൻ പറഞ്ഞു, കണ്ണാടി പ്രതിഷ്ഠയാണ് ഇത്. അതേപോലെ അവസാനം നടത്തിയ പ്രതിഷ്ഠ ഇത് തന്നെയാണ്. കണ്ണാടി പ്രതിഷ്ഠയിലെ ആദ്യത്തെ പ്രതിഷ്ഠയാണത്, കളവൻകോട് പ്രതിഷ്ഠ എന്നുള്ളത്. കാരണം കണ്ണാടി പ്രതിഷ്ഠ ചോദിച്ചാൽ അരുവിപ്പുറം തരും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പൊയ്കയിൽ ശ്രീകുമാരദേവൻ 1ാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ശരിയാണ്. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എടുത്തിട്ട് കൊടുത്താണ് എന്ന് പറഞ്ഞതെന്നൊക്കെ വേണമായിരുന്നു. ക്വസ്റ്റ്യൻ തന്നെ കംപ്ലീറ്റ് അല്ല. അവിടെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും തെറ്റാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. അതൊന്ന് ഓർത്തോക്കണേ. അത് അങ്ങനെ ആയിട്ടൊന്നും സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടില്ല മുമ്പ്. വില്ല് വണ്ടി യാത്ര നടത്തി. അല്ല, വില്ല് വണ്ടിയൊക്കെ അയ്യങ്കാളിയാണ്. എന്തായാലും അത് തെറ്റാണ്. ഇതിൽ 1, 3 ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ശ്രീകുമാര ഗുരുദേവൻ അതിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നുകൂടി വിളിക്കും. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട അധിക കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഇത് അടുത്ത് ചോദിക്കാറുണ്ട്. ഒന്ന്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആര് സ്ഥാപിച്ചതാണെന്ന് ചോദിക്കാറുണ്ട്. പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഈ പുലയം മത്തായി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിക്കാറുണ്ട്. അതും ഇദ്ദേഹം തന്നെയാണ്. അടിലഹള ആരുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ശ്രീകുമാര ഗുരുദേവൻ തന്നെയാണ് കേട്ടോ. മറന്നു വരെ. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ? 1ാം ലോകമായത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് PSC, റിപ്പീറ്റ് അറ്റാച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് ആദ്യത്തെ പത്തനത്തിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാ? കേരളത്തിലെ മിഷണറി സംഘങ്ങൾ നിങ്ങൾ ആകെ 3 മിഷണറി സംഘങ്ങളെ കേരളത്തിൽ പഠിക്കുന്നുള്ളൂ. ആദ്യത്തെ ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, 2ാമത്തേത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഒന്നും കേരളത്തിലല്ല. മുസ്ലിം ഐക്യ സംഘം കേരളത്തിലെ മിഷണറി അല്ല. ഇത് രണ്ടും മിഷണറി അല്ല. അപ്പൊ 1, 3 ഇതിന്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഏതാ? 1, 3. ഓപ്ഷൻ എ ആണ്. ഏതൊക്കെ മിഷണറിയാ കേരളത്തിൽ ഉണ്ടായിരുന്നത്? ഇത് 3 നിങ്ങൾ പഠിക്കണം കേട്ടോ. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS എന്ന് പറയും. അതേപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി CMS. അതേപോലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BM. ഇതിന്റെ പ്രവർത്തന മേഖല ഇടക്കിടക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. LMS എവിടെയായിരുന്നു? തിരുവിതാംകൂറായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി അതായത് CMS കൊച്ചിയും തിരുവിതാംകൂറായിരുന്നു ഇതിന്റെ പ്രവർത്തന മേഖല. ഇനി BEM വരുന്നത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ വരുന്നത് മലബാറിലാണ്. സോ അത് നിർബന്ധമാണ്. ഇതിലുള്ള ആ ഫാക്ട് അതേപോലെ തന്നെ പഠിച്ചു നോക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 7, കേരളത്തിലെ നവോത്ഥാന നായകരും അവരെ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാ? കേരള മുസ്ലിം ഐക്യ സംഘം. അതേപോലെ അയ്യങ്കാളി ഏതാ? അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. വൈകുണ്ഠ സ്വാമികള് സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, ഏതാ വരിക? 1 വരുന്നത് 1 D. 1 ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയുള്ള? 1 D കിട്ടിയാൽ തന്നെ ആൻസർ ആയിരുന്നു. ഓക്കെ, 1 ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. പിന്നെ 2 C. ഇത് C അല്ലേ? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. 3A
അതായത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ശരിയാണ്. 4B ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, SNDP എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. ഒന്ന് ഓർത്ത് നോക്കണേ, SNDP. റെഡി, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി അടുത്തത് ഇതില് ജസ്റ്റ് 1-2 ഫാക്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന്, കുര്യാക്കോസ് ഏലിയാസ് ചവറ അച്ഛൻ, അദ്ദേഹമാണ് CMI സംഘടന തുടങ്ങുന്നത് 1931. CMS തുടങ്ങുന്നുണ്ട്, അതായത് സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ. അത് ഓർത്തോക്കണം. ഇനി വൈകുണ്ഠ സ്വാമികൾ ഓൾറെഡി പറഞ്ഞു. സമത്വ സമാജ് ഇയർ ഓർത്ത് വെച്ചോ, 1836 ചോദിക്കാറുണ്ട്. സമത്വ സമാജ് ഇയർ എത്രയാണ്? 1836. ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ച ഇയർ ചോദിക്കാറുണ്ട്, 1903. SNDP സ്ഥാപിച്ച ഇയർ 1903. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907. ഒക്കെ ചോദിക്കാറുണ്ട്. ഈ ഇയറുകളൊക്കെ വേണം, എല്ലാ ഇയറുകളും വേണമെന്നല്ല, പക്ഷെ ഞാനീ പറഞ്ഞ ഇയറുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. 8, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായുള്ള ബന്ധം എന്താണെന്നുള്ള നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് എലിമിനേഷൻ മെത്തഡ് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ഒന്ന്, ഭഗത് സിംഗിനെ തൂക്കിലേറ്റി. 40 നിങ്ങൾക്കറിയാം, 40 കാലഘട്ടത്തിലും ഭഗത് സിംഗ് ഇല്ല, 30 കാലഘട്ടത്തിൽ തന്നെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം മനസ്സിലായി. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്, അത് മുന്നേ ആരംഭിക്കുന്നുണ്ട് 40-ന് മുമ്പ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഇത് നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ഈ ഫാക്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതവിടെ വെക്ക്. കിറ്റിന്റെ സമരം പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1942 അന്ന് നിങ്ങൾക്കറിയാം. സോ ഇതുവരെ ഇതിലെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് ആവുന്ന ആൻസർ ഏതേ ഉള്ളൂ, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിട്ടോ. അത് മറന്നുകൊണ്ടാകുന്ന ഓർത്ത് വെച്ച 1940 ജൂലൈ 31. ഇനി ഇതിൽ ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, ഭഗത് സിംഗ്, അതായത് 3 പേരെ ഒന്നിച്ചാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു ഇവരെ 3 പേരെയും വധശിക്ഷ നടപ്പിലാക്കുന്നത് 1931 മാർച്ച് 23 കേട്ടോ. മാർച്ച് 23 വിത്ത് ഡേറ്റ് ഓർത്തോണേ. 31 മാർച്ച് 23. അതായത് 1, 2, 3 അതിൽ തന്നെ ഉണ്ട്. 31, 23 ഡേറ്റ്, അതില് മാർച്ചും കൂടി വരും. ഓക്കെ. ഇനി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്ന ദിവസം 1942 ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9, 1942. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. ഇത് ഞാൻ പറഞ്ഞു, കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും ചില ആളുകൾക്ക്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ എവിടെയാണ് ലഭ്യമെന്ന് അറിയാം. അത് പ്രാഥമിക മേഖലയില്ല. എന്താ പ്രാഥമിക മേഖല? നമുക്ക് 3 മേഖലകളുള്ള പ്രാഥമികം, ദ്വിതീയം, തൃതീയം. പ്രാഥമിക മേഖലയിലാണ് ഏതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്? കൃഷി, അതേപോലെ മത്സ്യബന്ധനം, അങ്ങനെയുള്ള ഫോറസ്ട്രി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പ്രാഥമിക മേഖല. അതായത് കാർഷിക മേഖല എന്നൊക്കെ അറിയപ്പെടുന്ന പ്രാഥമിക മേഖല. ഏറ്റവും കൂടുതൽ തൊഴിലവസരം വരുന്നത് അവിടെയാട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക GDP ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഇതല്ല. അതാണ് ഇതിൽ നിങ്ങൾ എപ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖല. അതായത് തൃതീയ മേഖല എന്ന് പറയുന്നത് 3 സേവന മേഖലയാണ് തൃതീയ മേഖല എന്ന് അറിയപ്പെടുന്നത്, അല്ലെ? സേവന മേഖല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് ഈ തൃതീയ മേഖലയാണ്. ടെർഷ്യറി സെക്ടർ എന്ന് പറയും തൃതീയ മേഖല. ഓക്കെ. പ്രാഥമിക മേഖല സമ്പദ് വ്യവസ്ഥക്ക് കൊടുക്കുന്ന സംഭാവന കുറവാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്തുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രാഥമിക മേഖലയാണ്. ഇനി അതിന്റെ ഇടയിൽ 2 നമ്മൾ പറയാൻ തോന്നുന്നുണ്ട്, എന്താ? സെക്കൻഡറി സെക്ടർ, ദ്വിതീയം. അതായത് ദ്വിതീയം എന്ന് പറയുമ്പോൾ അതിൽ വ്യവസായം കേട്ടോ. വ്യവസായ മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക വേണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ACRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ റാങ്ക് ഫയൽ എടുത്തിട്ട് ഈ 3 മേഖലകൾ ഏതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്നോ പഠിച്ചോക്കണം. അതൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഏത് മേഖലയിൽ ഉൾക്കൊള്ളുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. മത്സ്യബന്ധനം ഏത് മേഖലയാണെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രാഥമിക മേഖലയാണ്, അത് ഓർത്തോക്കണം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശ് ആട്ടോ. ഏറ്റവും കുറവ് ദാരിദ്ര്യം ആണ്. വേറൊന്നും ഇതിൽ പറയാനില്ല, ദാരിദ്ര്യത്തെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ, അതായത് ബിലോ പോവർട്ടി ലൈൻ എന്നുള്ള സംഭവം, അല്ല BPL, അങ്ങനെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളുടെ കേസാണ് ചോദിച്ചെങ്കിൽ ആ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. ഉത്തരങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യം എന്ന് പറയും. ചില ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയാത്തപ്പോൾ എന്താ പറയാ, ഉത്തരങ്ങൾക്ക് ഭയങ്കര നല്ല ദാരിദ്ര്യമാണെന്ന് പറയും. ഉത്തർപ്രദേശാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. ഇനി ഈ ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടോ, കലോറി. അതായത് ഗ്രാമീണ ജനതയ്ക്ക് ഒരു വ്യക്തിക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് നടന്നത് 2400 കലോറിയാണ്. ഇത് ചോദിക്കാറുണ്ട്. ഇനി അത് നഗരത്തിലാവുമ്പോൾ എന്ത് ചെയ്യും? അത് 2100 ആവും. നഗരത്തില്
നമ്മുടെ ദേഹ അനങ്ങിയിട്ടുള്ള വർക്കുകൾ കുറവാകുന്നതുകൊണ്ടാണ് 2100 നിലയിലേക്ക് കുറഞ്ഞത്. 2400 2100ലേക്ക് കുറയുന്നത്. സോ ഈ ഒരു നമ്പർ ഓർത്ത് നോക്കണം. 2400 കലോറിയും 2100 കലോറിയും. അപ്പോൾ ഗ്രാമീണ ജനതയ്ക്കാണെങ്കിൽ 2400, നഗര ജീവിതത്തിലാണെങ്കിൽ 2100 കലോറി. ഓക്കെ, ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്തൊരു 10 എന്ത് ചെയ്യാം, അടുത്തൊരു സെക്ഷനിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ താഴെ അതിന്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ അവിടെ ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഫയൽസിൽ ചെന്ന് നോക്കിയാൽ മതി. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിലുണ്ട്. ഇതുവരെയുള്ള വെച്ചാൽ ഏകദേശം 2014 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും തന്നെ അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ.